കഥയും കൂടെ പറഞ്ഞു. നമ്മൾ മാരുതി ചൊന്നത് ഉപപന്നമെത്രയും വീര വിഭാകര പുത്ര വരികളും. ഞാൻ പറയുന്നത് കേൾപ്പിന് എല്ലാവരും. ജാമ്പവാന്മാരായ നീതിജ്ഞന്മാരായ ആളുകളെ ഞാൻ പറയുന്നത് കേൾക്കണം. എന്താ ഒരു കഥ പറഞ്ഞത്? പണ്ട് ഒരു കാട്ടാളൻ ഒരു രണ്ട് മരക്കൊമ്പുകളിൽ ഇരുന്ന് പ്രണയിച്ചുകൊണ്ടിരുന്ന രണ്ട് പക്ഷികളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ എയ്ത് താഴെ കൊന്നു. അയാൾക്ക് വിശപ്പടക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അങ്ങനെ കൊന്ന് താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ആ സന്ധ്യാസമയത്ത് അതിഭയങ്കരമായ കാറ്റും മഴയും ഇടിയും ഒക്കെ വന്നു. ആ കാട്ടാളന് അവിടെ നിന്ന് പോകാൻ സാധിക്കാതെ വന്നു. സമയം രാത്രിയായിക്കൊണ്ടിരുന്നു. ഏറെ നേരം ഇരുട്ടിക്കഴിഞ്ഞിട്ടും കാട്ടാളന് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് പോകാൻ സാധിക്കുന്നില്ല. കാട്ടാളന് ഭയങ്കരമായ വിശപ്പ് അനുഭവപ്പെട്ടു. ഇത് കണ്ടുകൊണ്ട് ഇണപ്പക്ഷികളിൽ ഒന്ന് ആ മരത്തിന്റെ മുകളിലിരിക്കുകയാണ്. പത്നിയെയാണ് കാട്ടാളൻ കൊന്നിരിക്കുന്നത്. ആ ഭർത്താവ് പക്ഷി ആ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാട്ടാളന് ആ പക്ഷി എവിടെ നിന്നോ കുറച്ച് തീ കൊണ്ട് കൊടുത്തു. കാരണം ഭാര്യയുടെ ജഡം ഈ കാട്ടാളന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവനത് കഴിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ കാട്ടാളന്, തൻ്റെ ഭാര്യയെ കൊന്ന കാട്ടാളന് തൻ്റെ ഭാര്യയുടെ ആ ശവം ചുട്ടുതിന്നുവാനായിട്ട് തീ കൊണ്ട് കൊടുത്തു. കാട്ടാളൻ ആ തീയിലിട്ട് ഈ പെൺപക്ഷിയുടെ ജഡം ചുട്ട് ഭക്ഷിച്ചു. പക്ഷേ കേവലം കുരുവി പക്ഷിയെ തിന്നാൽ കാട്ടാളൻ്റെ വിശപ്പ് എന്താകാനാണ്? അയാൾക്ക് വിശപ്പ് ശമിക്കുന്നില്ല. ആ തീ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. തൻ്റെ താഴെ ഇരിക്കുന്ന ഈ കാട്ടാളന് വിശപ്പ് സഹിക്കുന്നില്ല. താൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് കാര്യവുമില്ല എന്ന് കരുതി ഈ ആൺപക്ഷി